കേരളത്തിലെ മിനി ഗോവ വർക്കലയിലോട്ടാണ് ഇത്തവണത്തെ ഓണം ട്രിപ്പ്. രാവിലെ 5:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. തൃശ്ശൂരിൽ നിന്നും വർക്കല എത്താനായിട്ട് 250 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഒരു ലോങ് ജേർണി തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പോയിൻ്റായിട്ട് ഹോട്ടൽ ട്രാവൻകൂർ പാലസിലാണ് നിർത്തിയത്. പഴയ ഒരു കേരള തറവാടിൻ്റെ ആംബിയൻസിലുള്ളൊരു റെസ്റ്റോറൻ്റാണിത്. ഇതിലുള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. രാവിലത്തെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനിയും 4-5 മണിക്കൂറിൻ്റെ ഒരു യാത്രയുണ്ട്. ഫ്ലൈ ഓവേഴ്സിൻ്റെ വർക്കും ഹൈവേയുടെ വർക്കും ഒക്കെ ആയിട്ട് റോഡ് വളരെ മോശമാണ്. ഇരുന്ന് മടുത്തു. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു ബ്രേക്ക് പോയിന്റിൽ ഇറങ്ങുവാണ്. ഫൈനലി 7 അവേഴ്സിൻ്റെ ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ താമസിക്കുന്ന റിസോർട്ടിലെത്തി. വർക്കലയിലുള്ള സൗത്ത് ക്ലിഫിലാണ് ഈ റിസോർട്ട്. പുരാവിത എന്നാണ് പേര്. ഇവിടെ എത്തി ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടപ്പോൾ യാത്രയുടെ ക്ഷീണമൊക്കെ മറന്നുപോയി. ഈ റിസോർട്ടിൻ്റെ ഫുള്ളൊരു വീഡിയോ വേറൊരു വ്ളോഗായിട്ട് തന്നെ ചെയ്യാം. ചെക്കിനൊക്കെ ചെയ്ത് റൂമിലെത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ നോർത്ത് ക്ലിഫിലോട്ട് പോകുകയാണ്. നോർത്ത് ക്ലിഫാണ് വർക്കലയിലെ ഹാപ്പനിങ് പ്ലേസ്. മോസ്റ്റ് ഓഫ് ദ കഫേസും ഷാക്സും ഒക്കെ ഇവിടെയാണുള്ളത്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ക്ലിഫിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടക്കാമെന്ന് വിചാരിച്ചു. ഈ നടക്കുമ്പോൾ ഒരു സൈഡിൽ ബീച്ചും മറ്റു സൈഡിൽ ചെറിയ ചെറിയ ഷോപ്സും കഫേസും ഒക്കെ കാണാം. ക്ലിഫിൽ ക്രൗഡ് ഈ സമയത്ത് വളരെ കുറവാണ്. ഷാക്സൊക്കെ ആക്റ്റീവായിട്ട് വരുന്നേ ഉള്ളൂ. പക്ഷെ രാത്രി ആകുമ്പോഴുണ്ടല്ലോ വൈബ് ടോട്ടലി വേറെ ആയിരിക്കും. ക്ലിഫിലൂടെ കുറേ തേരാപാര നടന്നതിന് ശേഷം ഈ ഒരു കഫേയിൽ നമ്മൾ കയറി. കഫേ ഇറ്റാലിയനയിൽ ഞങ്ങൾ റൂഫ് ടോപ്പിൽ സ്ഥാനം പിടിച്ചു സൺസെറ്റ് കാണുവാനായിട്ട്. കൂടെ ഒരു സീ ഫുഡ് പ്ലാറ്ററും ഓർഡർ ചെയ്തു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റും കണ്ട് ഞങ്ങൾ റിസോർട്ടിൽ തിരിച്ചു വന്നു. ഇനി കുറച്ച് നേരം പൂളിലൊക്കെ കളിച്ച് രാത്രി ഒരു 8-9 മണിയാകുമ്പോൾ വീണ്ടും ക്ലിഫിലോട്ട് പോകും. ഇനി നമുക്ക് നോർത്ത് ക്ലിഫിലെ രാത്രി കാഴ്ചകൾ കാണാം.
നല്ലൊരു ഉറക്കവും കഴിഞ്ഞ് ഫ്രഷായി എണീറ്റു. നമ്മുടെ റിസോർട്ടിൽ നിന്നും താഴെ നോക്കിയാൽ ഇതുപോലൊരു ബീച്ചാണ്. അപ്പോൾ റിസോർട്ടിൽ നിന്ന് തന്നെ കുറേ സ്റ്റെപ്സ് ഉണ്ട് ഇതിലോട്ട് ഇറങ്ങി വരാനായിട്ട്. ഞങ്ങളിവിടെ എത്തി കുറേ നേരം സ്പെൻഡ് ചെയ്തു. റൂമിൽ ചെന്ന് ഫ്രഷായി ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുവാനാണ്. സോ അതിനായി നമ്മൾ കുറേ ഗുഡ് റിവ്യൂസ് ഉള്ള ഇൻഡ ഹോട്ടലിലോട്ടാണ് പോകുന്നത്. ഈ ഇൻഡ ഹോട്ടൽ റൺ ചെയ്യുന്നത് ഒരു ഫോറിൻ കപ്പിളാണ്. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത് ജഡായു എർത്ത് സെൻറ്ററിലോട്ടാണ്. ഇവിടുന്ന് ഒരു 30 മിനിറ്റിൻ്റെ ട്രാവലുണ്ട്. ജഡായു എർത്ത് സെൻറ്ററിലാണ് വേൾഡ്സ് ലാർജസ്റ്റ് ബേർഡ് സ്കൾപ്ചർ ഉള്ളത്. ജഡായു പാറയിലോട്ട് പോകാനായിട്ട് നമുക്ക് ഒന്നുകിൽ നടന്നിട്ടോ അല്ലെങ്കിൽ റോപ്പ് വേയോ സെലക്ട് ചെയ്യാം. ഒബ്വിയസ്ലി ഞങ്ങൾ റോപ്പ് വേ ആണ് ചൂസ് ചെയ്തത്. ഹിന്ദു എപ്പിക് രാമായണത്തിലെ ഒരു സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടാണ് ഈ ജഡായുവിൻ്റെ ശില്പം ഇവിടെ പണിതിട്ടുള്ളത്. ജഡായു എർത്ത് സെൻറ്ററിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ വേറൊരു വ്ളോഗായിട്ട് തന്നെ ചെയ്യാം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങളുടെ അടുത്ത പ്ലാൻ ഒരു 5 മണിക്ക് ആകുമ്പോഴത്തേക്കും റിസോർട്ടിലെത്താനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്നുള്ള സൺസെറ്റ് വ്യൂ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. അപ്പോൾ അതെന്തായാലും മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി അവിടുത്തെ സൺസെറ്റ് കാണാം. ഈ സൺസെറ്റും ഗോൾഡൻ അവറൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ നോർത്ത് ക്ലിഫിലോട്ട് പോകുകയാണ് ഡിന്നർ കഴിക്കുവാനായിട്ട്. സൺറൈസ് കഫേയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. സീ ഫുഡ് പ്ലാറ്ററും പിന്നെ ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡിന്നർ എൻജോയ് ചെയ്തിട്ട് വീണ്ടും റൂമിലോട്ട് തിരിച്ചു പോകും. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ്. ഹോളിഡേ ആണെങ്കിലും ഞങ്ങൾ കുറച്ച് നേരത്തെ എണീറ്റു. രാവിലെ 5:30 ആയിട്ടുള്ളൂ. മഴ പെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് വർക്കലയിൽ നിന്നും 1/2 മണിക്കൂർ ദൂരത്തിൽ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു ബോട്ട് റൈഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ രാവിലെ 7 മണിയുടെ റൈഡാണ് ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അധികം ആളും ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാം ആൻഡ് പീസ്ഫുൾ ആയിരുന്നു. പിന്നെ ഈ നേച്ചറിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ വി വിൽ ഫീൽ സോ റിഫ്രഷ്ഡ്. ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഇവർ തോണി നിർത്തിത്തരും. ഇവിടെ നമുക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാം. അധികം ആഴമൊന്നുമില്ല.
ഞങ്ങൾ ഈ റൈഡ് ബുക്ക് ചെയ്തത് മാംഗ്രൂവ് വില്ലേജ് അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ടൂർ ഓപ്പറേറ്ററിൻ്റെ കൂടെയാണ്. അവർക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിനോട് ബന്ധപ്പെട്ടിട്ട്. അതിൽ കയാക്കിങ്ങും ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ കയാക്കിംഗ് ചെയ്ത് വന്ന ഒരു ടീമാണിത്. അങ്ങനെ ഒരു അടിപൊളി റൈഡും കഴിഞ്ഞ് ഞങ്ങൾ റിസോർട്ടിലെത്തി, ചെക്കൗട്ട് ചെയ്തു. വീണ്ടും ഞങ്ങൾ ക്ലിഫിലോട്ട് വന്നു. ഇവിടുന്ന് ലഞ്ച് കഴിച്ചതിന് ശേഷം തൃശ്ശൂരിലോട്ട് റിട്ടേൺ ജേണി. രണ്ടോ മൂന്നോ ദിവസം സ്റ്റേ ചെയ്ത് കാണാൻ മാത്രമുണ്ട് വർക്കല. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഇവിടെ ഇപ്പോൾ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒന്നും ഓപ്പൺ അല്ല. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഈ കൊച്ചു വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.